ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ക്രിസ്മസ് എക്സാം ആൻസർ കീ ആണ്. അടിസ്ഥാന പാഠാവലി നിങ്ങളിപ്പോൾ എഴുതി കഴിഞ്ഞ ഹാഫ് ഇയർലി എക്സാം 2025-ൻ്റെ ആൻസർ കീ ആണ് നോക്കാൻ പോകുന്നത്, അടിസ്ഥാന പാഠാവലി. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ക്വസ്റ്റ്യൻസ് അധികം വായിക്കില്ല, ആൻസേഴ്സ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം, അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. സ്മാരകത്തിൽ നിന്നുള്ളതാണ്. ഇവിടെ അപ്പൂപ്പൻ താടിയുടെ യാത്രയ്ക്ക് യോജിച്ച പഴഞ്ചൊല്ല് ഏത്? അണ്ണാറക്കണ്ണനും തന്നാലായത്. 2, സേനാപതി അവൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാമെന്ന് ആംഗ്യം കാട്ടുന്നു, അവൾ എതിരാളിക്ക് ആ അവസരം എന്ന് ആംഗ്യം കാട്ടുന്നു. ആയുധം തിരഞ്ഞെടുക്കാനുള്ള അവസരം ദയ എതിരാളിക്ക് നൽകിയത് എന്തുകൊണ്ടാവാം? ഉത്തരം വരുന്നത് 2, 3, 4 ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, ഇങ്ങനെ പല ഗ്രാമീണ കാഴ്ചകളും കണ്ടുകൊണ്ട് തെല്ലുദൂരം നടന്നു. ഇവിടെ ഗ്രാമീണ കാഴ്ചകൾ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? ഓപ്ഷൻ സി, ഗ്രാമീണമായ കാഴ്ചകൾ. 4, പേമഴക്കാലത്ത് സ്വാദും. നമുക്ക് 2 ലൈൻസ് തന്നിട്ടുണ്ട്, വംശത്തിൽ നിന്നുള്ളതാണ്. അപ്പൊ ആൻസർ വരുന്നത് 4A ആണ്. പങ്കിട്ട് ജീവിക്കുമ്പോഴാണ് സാമൂഹിക ബോധം വളരുന്നത്. ഇനി 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ്. അപ്പോൾ 5ാമത്തെ, അമ്മയ്ക്ക് നമ്മളെ അറിയുന്നതിന്റെ കോടിയിലൊരു അംശം പോലും നമുക്ക് അമ്മയെക്കുറിച്ച് അറിഞ്ഞുകൂടല്ലോ, തഥാഗത. മകളുടെ ഈ വാക്കുകൾ നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാമാണ്? കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ നമ്മൾ ഒരു കുറിപ്പ് തയ്യാറാക്കണം. 6ാമത്തെ, നമുക്ക് പദവാക്യ തലങ്ങളിലെ അഭംഗികൾ പരിഹരിച്ച് വാക്യം മെച്ചപ്പെടുത്തി എഴുതുക. 7A 7B എന്ന് പറഞ്ഞ 2 ചോദ്യങ്ങൾ വേറെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരങ്ങൾ നോക്കാം. 5ാമത്തതിന്റെ ഉത്തരം വരുന്നത്, അമ്മമാരുടെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ആഴവും പരപ്പും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവ്. അമ്മയുടെ സ്നേഹം അളവറ്റതും നിസ്വാർത്ഥവുമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അമ്മ നൽകുന്ന കരുതലും സംരക്ഷണവും തിരിച്ചറിയാൻ ഈ വാക്കുകൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. അമ്മയുടെ ത്യാഗങ്ങളെയും കഷ്ടപ്പാടുകളെയും കുറിച്ച് ചിന്തിക്കാനും അവരോടുള്ള കടപ്പാടും സ്നേഹവും പ്രകടിപ്പിക്കാനും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്മയുമായുള്ള ബന്ധത്തിന്റെ പവിത്രതയും പ്രാധാന്യവും ഈ വാക്കുകൾ ഊട്ടിയുറപ്പിക്കുന്നു. ഇനി 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്, ഗോത്രകലകളെ പുനരുജ്ജീവിപ്പിക്കാൻ കലാകാരന്മാർ പരിശ്രമിക്കുകയാണെങ്കിൽ കലാലോകത്തിന് അതൊരു അമൂല്യമായ സംഭാവന ആയിരിക്കും. 7ാമത്തെ ചോദ്യം 7A ആണ് പറയുന്നത്. 7A കേട്ടോ. പി പവിത്രന്റെ ദയ എന്ന തിരക്കഥയിലെ നായികയായ ദയ വർത്തമാനകാലത്തെ സ്ത്രീകൾക്ക് ഒരു വലിയ ഊർജമാണ്. അവളുടെ പ്രവൃത്തികളിൽ നിന്ന് താഴെ പറയുന്ന കാര്യങ്ങൾ പ്രചോദനമായി സ്വീകരിക്കാം. അതിരറ്റ ആത്മവിശ്വാസം. വധശിക്ഷയ്ക്ക് തൊട്ടു മുമ്പും ശത്രുവായ സേനാപതിയോട് പതരാതെ പോരാടാൻ ദയ തയ്യാറാകുന്നു. ഈ ആത്മവിശ്വാസം ഏത് കഠിന സാഹചര്യത്തെയും നേരിടാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുന്നു. സാമർഥ്യവും ബുദ്ധിശക്തിയും. ശാരീരികമായ കരുത്തിനപ്പുറം ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ദയ തെളിയിക്കുന്നു. ആയുധം തിരഞ്ഞെടുക്കാൻ ശത്രുവിന് മുൻഗണന നൽകുന്നതിലൂടെ തന്റെ സാമർഥ്യത്തിലുള്ള ഉറച്ച വിശ്വാസമാണ് അവൾ പ്രകടിപ്പിക്കുന്നത്. മാന്യതയും ബഹുമാനവും. എതിരാളിയോട് പോലും ബഹുമാനം കാണിക്കുന്ന അവളുടെ സംസ്കാരം ഏതൊരു പോരാട്ടത്തിലും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പഠിപ്പിക്കുന്നു. ഭയമില്ലായ്മ. അനീതിക്കെതിരെ ഭയമില്ലാതെ ശബ്ദമുയർത്താനും സ്വന്തം അവകാശങ്ങൾക്കായി പോരാടാനും ദയ എന്ന കഥാപാത്രം പ്രചോദിപ്പിക്കുന്നു. ഇനി 7B ആണ്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല കേട്ടോ, ക്വസ്റ്റ്യൻ നമ്പർ മാത്രമാണ് ഇപ്പൊ പറയുന്നത്. 7Bയുടെ ഉത്തരമാണ്. വംശം എന്ന കവിതയിലെ ഈ വരികൾ ഉന്നതമായ ഒരു ജീവിത ദർശനമാണ് മുന്നോട്ട് വെക്കുന്നത്. അഹിംസയും ജീവകാരുണ്യവും ലോകത്തിലെ ഏറ്റവും ചെറിയ ജീവിയായ ഉറുമ്പിനെ പോലും അനാവശ്യമായി നശിപ്പിക്കുന്നത് പാപമാണെന്ന ബോധം കവിക്കുണ്ട്. സകല ജീവജാലങ്ങളോടും കരുണ കാണിക്കുക എന്ന ഉന്നതമായ ഭാരതീയ ചിന്താഗതിയാണിത്. സഹവർത്തിത്വം. ഭൂമി മനുഷ്യന് മാത്രമുള്ളതല്ല, മറിച്ച് സകല ചരാചരങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്ന തിരിച്ചറിവ് ഇവിടെ പ്രകടമാകുന്നു. ബലഹീനരായ ജീവികളെ സംരക്ഷിക്കാനുള്ള മനസ്സ് ഒരു സംസ്കൃത ചിത്തന്റെ ലക്ഷണമാണ്. ഒരു സംസ്കാരത്തിന്റെ നാക്കാട്ട് അത് റൈറ്റിംഗ്. ഒരു സംസ്കാരത്തിൻ്റെന്ന് മതി കേട്ടോ. സംസ്കാരത്തിൻ്റെ അത് മാറ്റണേ നിങ്ങൾ എഴുതുമ്പോൾ. ഞാൻ ഈ പറയുന്നതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം എഴുതണമെങ്കിൽ. അങ്ങനെ എഴുതി പോകരുത്, ചിലപ്പോൾ ഇടയിൽ മിസ്റ്റേക്കൊക്കെ വരും. അപ്പോൾ ജീവികളെ സംരക്ഷിക്കാനുള്ള മനസ്സ് ഒരു സംസ്കാരത്തിൻ്റെ, സംസ്കൃതം അല്ല, ഒരു സംസ്കാരത്തിൻ്റെ ലക്ഷണമാണ്.
ധാർമ്മികത. തനിക്ക് ശക്തിയുണ്ടെന്ന് കരുതി നിസ്സഹായരായ ജീവികളെ ഇല്ലാതാക്കുന്നത് ധാർമ്മികമായി തെറ്റാണെന്ന കാഴ്ചപ്പാട് കവി പങ്കുവയ്ക്കുന്നത്. പ്രകൃതിയിലെ എല്ലാ കണ്ണികളെയും ഒരുപോലെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന സന്ദേശം ഇതിൽ അടങ്ങിയിരിക്കുന്നു. എല്ലാ കണ്ണികളെന്ന് മാറ്റി എല്ലാ ജീവികളെയും ആക്കുക കേട്ടോ. ഈ കണ്ണി വേണ്ട, അതിന് പകരം ജീവിന്നാക്കിയാൽ മതി കേട്ടോ. എല്ലാ ജീവികളെയും ആക്കുക കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് 8 മുതലാണ് ചോദ്യം വരുന്നത്. 8 നമുക്ക് തന്നിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ ഗദ്യഭാഗം നിങ്ങൾ വായിക്കുക, ചോദ്യം ഞാൻ വായിക്കാം. 8A B C ഉണ്ട്. ചോദ്യങ്ങൾ നോക്കാം. 8A ലേഖകന്റെ അഭിപ്രായത്തിൽ മഹത്തായ കാര്യങ്ങൾ നേടിയെടുക്കാൻ അനിവാര്യമായ ഘടകങ്ങൾ ഏതെല്ലാം? ഇച്ഛാശക്തിയും ആത്മവിശ്വാസവുമാണ് മഹത്തായ കാര്യങ്ങൾ നേടിയെടുക്കാൻ അനിവാര്യമായ ഘടകങ്ങൾ. ബി ക്വസ്റ്റ്യൻ ആണ്. എനിക്കു ചിറകുണ്ട്, അതിനാൽ ഞാൻ പറക്കും. അത് ആത്മവിശ്വാസത്തോടെ പറയാനുള്ള കാരണം എന്തെല്ലാം? ഒട്ടേറെ സാധ്യതകളും നന്മയും പ്രത്യാശയും ആശയങ്ങളും സ്വപ്നങ്ങളും ആത്മവിശ്വാസവും മഹത്വവും നിറഞ്ഞതാണ് ജന്മം എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഇഴഞ്ഞു നടക്കാനുള്ളവനല്ല പറക്കാനുള്ളവനാണ് താൻ എന്ന ആത്മവിശ്വാസത്തോടെ പറയുന്നത്. ജലാലുദ്ദീൻ റൂമിയുടെ വരികൾ നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം? ഒട്ടേറെ സാധ്യതകളോടെയും നന്മയോടെയും പ്രത്യാശയോടെയുമാണ് ഓരോരുത്തരും ജനിക്കുന്നത് എന്ന തിരിച്ചറിവാണ് റൂമിയുടെ വരികൾ നൽകുന്നത്. അതിനാൽ ഇഴഞ്ഞു നടക്കാനല്ല, ചിറകുകൾ ഉപയോഗിച്ച് ഉയരങ്ങളിലേക്ക് പറക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും ഈ വരികൾ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ 8 കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് 9 ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം അല്ലേ. 9ാമത്തെ ചോദ്യം എന്താ? ഞാൻ മോഹിച്ച തരം, ഞാൻ സ്വപ്നം കണ്ട തരം ഒരു ഗൾഫിലേക്കല്ല എൻ്റെ ഈ യാത്ര നീളുന്നത് എന്നൊരു തോന്നൽ. നജീബ് ഇത്തരത്തിൽ ചിന്തിക്കാനിടയായത് എന്തുകൊണ്ടാവാം? കുറിപ്പ് തയ്യാറാക്കുക. നോക്കാം. പ്രവാസ ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുമായി ഗൾഫിലെത്തിയ നജീബ് ചതിക്കപ്പെടുകയാണ് ചെയ്തത്. മരുഭൂമിയിലെ വിജനമായ മസറയിൽ ആടുകളെ മേയ്ക്കാൻ വിധിക്കപ്പെട്ട അയാൾക്ക് നേരിടേണ്ടി വന്നത് മനുഷ്യത്വമില്ലാത്ത ക്രൂരതകളാണ്. ഏകാന്തത, മനുഷ്യശബ്ദം പോലും കേൾക്കാത്ത മണൽക്കൂനകൾക്കിടയിലെ ജീവിതം, പീഡനം, അറബിയുടെ ക്രൂരമായ മർദ്ദനങ്ങളും പട്ടിണിയും. തിരിച്ചറിവ്, താൻ മോഹിച്ച ഗൾഫല്ല, മറിച്ച് തൻ്റെ സ്വപ്നങ്ങൾ കരിഞ്ഞുപോയ നരകതുല്യമായ സാഹചര്യമാണ് തനിക്ക് ലഭിച്ചതെന്ന് നജീബ് വേദനയോടെ തിരിച്ചറിയുന്നു. 9 കഴിഞ്ഞാൽ 10ാമത്തെ ചോദ്യം അമ്മ എന്ന പാഠത്തിൽ നിന്നാണ്. നമുക്ക് വായിക്കാം. അമ്മ എന്ന പാഠഭാഗത്ത് ഓർമ്മകൾ നഷ്ടപ്പെട്ട തൻ്റെ അമ്മയെ പരിചരിക്കുന്ന മകളുടെ തീക്ഷ്ണമായ മാനസികാവസ്ഥയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിലെ പ്രധാന ഇതൊന്നും വേണ്ട കേട്ടോ. വൈകാരികമായ ബന്ധം, അമ്മയുടെ ഓർമ്മകൾ മങ്ങുമ്പോഴും അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന മകളുടെ സ്നേഹമാണ് ഇവിടെ തെളിയുന്നത്. അമ്മയെ ചാരി ഇരുത്തുമ്പോൾ ആ നെഞ്ചിടിപ്പ് കേൾക്കുന്നത് മകളെ വൈകാരികമായി തളർത്തുന്നു. പശ്ചാത്താപവും തിരിച്ചറിവും, അമ്മയ്ക്ക് നമ്മളെ അറിയുന്നതിൻ്റെ കോടിയിലൊരു അംശം പോലും നമുക്ക് അമ്മയെക്കുറിച്ച് അറിഞ്ഞുകൂടല്ലോ എന്ന വരികളിലൂടെ മകളുടെ ഉള്ളിലെ വലിയൊരു പശ്ചാത്താപം വെളിപ്പെടുന്നു. അമ്മയുടെ ജീവിതത്തെയും ത്യാഗങ്ങളെയും കുറിച്ച് താൻ എത്ര കുറച്ചാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന തിരിച്ചറിവ് അവളിൽ വേദനയുണ്ടാക്കുന്നു. നിസ്സഹായാവസ്ഥ, സ്വന്തം മകളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം സ്മൃതിനാശം സംഭവിച്ച അമ്മയുടെ അവസ്ഥ കാണുമ്പോൾ മകൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം വലുതാണ്. ആ നെഞ്ചിടിപ്പിന്റെ താളം കേൾക്കുമ്പോൾ അമ്മ എന്ന വ്യക്തിയെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ അവൾ ശ്രമിക്കുന്നു. സമകാലിക പ്രസക്തി, വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളെക്കുറിച്ചുള്ള ആശങ്കയും അവരോടുള്ള മക്കളുടെ ഉത്തരവാദിത്വവും മകളുടെ ചിന്തകളിലൂടെ വായനക്കാരിലേക്ക് എത്തുന്നു. ഇനി 11 11A 11B ഉണ്ട്. നമുക്ക് 11A എന്ന് പറയുന്നത് ദയയിലെ 2 ലൈൻസ് തന്നിട്ടുണ്ട്. അക്കാലത്തെ ഭരണവ്യവസ്ഥയെക്കുറിച്ച് ഈ വാക്യങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം? വിമർശനാത്മകമായി വിലയിരുത്താനാണ്. അല്ലെങ്കിൽ ബി ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയും, നെൽസൺ മണ്ടേല. അപ്പൊ നമുക്ക് ഈ 11Aയുടെയും 11Bയുടെയും ഉത്തരങ്ങൾ നോക്കാം. 11A, മന്ത്രിസ്ഥാനം പോലുള്ള ഉയർന്ന പദവികൾ അർഹത നോക്കാതെ പാരമ്പര്യമായി തറവാടിത്തം നോക്കി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു രീതി നിലനിന്നിരുന്നു. ഇത് ഭരണത്തിന്റെ കാര്യക്ഷമതയെ ബാധിച്ചിരുന്നു. യോഗ്യതയില്ലാത്തവർ അധികാരത്തിൽ തുടരുന്നത് ഭരണകൂടത്തിന് തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ ഭരണാധികാരികൾ യോഗ്യതയുള്ളവരെ നിയമിക്കാൻ തയ്യാറാകുന്നു. ഇത് ഭരണപരിഷ്കാരത്തിന്റെ ലക്ഷണമാണ്. യോഗ്യതയ്ക്ക് മുൻഗണന നൽകാത്ത ഭരണം അഴിമതിയിലേക്കും കെടുകാര്യസ്ഥിതിയിലേക്കും നയിക്കും. പാഠഭാഗത്തെ ഭരണാധികാരി സ്വീകരിക്കുന്ന പുതിയ നിലപാട് ജനാധിപത്യപരമായ മൂല്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഭരണ സംവിധാനത്തിൽ സുതാര്യതയും അർഹതയും മാനദണ്ഡമാകണമെന്ന തിരിച്ചറിവ് അന്നത്തെ ഭരണകൂടത്തിന് ഉണ്ടായിരുന്നുവെന്ന് ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് 11B നമ്മൾ വായിച്ച് ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയുമാണ്. അതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. 11B, നെൽസൺ മണ്ടേലയുടെ ജീവിത ദർശനവും വംശം എന്ന കവിതയിലെ ഉറുമ്പിന്റെ പ്രവൃത്തിയും തമ്മിൽ ആഴത്തിലുള്ള ആശയസാമ്യമുണ്ട്.
ഉറുമ്പിന്റെ അതിജീവനം. കവിതയിൽ മല പോലെ വഴിതടഞ്ഞു നിൽക്കുന്ന വെള്ളാരം കല്ലിനെ കണ്ട് ഉറുമ്പ് പതറുന്നില്ല. ആ തടസ്സത്തെ ബുദ്ധിപൂർവ്വം ചുറ്റിപ്പോകാനും തന്റെ ലക്ഷ്യസ്ഥാനമായ മൺകൂനക്കോട്ടയിലെത്താനും ഉറുമ്പ് ശ്രമിക്കുന്നു. ഇത് കഠിനാധ്വാനത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും അടയാളമാണ്. മണ്ടേലയുടെ നിരീക്ഷണം. ദൃഢനിശ്ചയമുള്ളവർക്ക് പ്രതിസന്ധികളെ മറികടക്കാം എന്ന മണ്ടേലയുടെ വാക്കുകൾ ഉറുമ്പിന്റെ കാര്യത്തിൽ അന്വർത്ഥമാകുന്നു. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ മണ്ടേലയെപ്പോലെ ഉറുമ്പും തന്റെ വലിപ്പക്കുറവോ തടസ്സത്തിന്റെ വലിപ്പമോ നോക്കാതെ മുന്നോട്ടു നീങ്ങുന്നു. താരതമ്യം. കല്ല് ഇവിടെ വലിയൊരു തടസ്സമാകുമ്പോൾ ഉറുമ്പിന്റെ വഴിമാറിയുള്ള സഞ്ചാരം ഒരു പുതിയ പോരാട്ട വീര്യത്തെ സൂചിപ്പിക്കുന്നു. ശക്തി കൊണ്ടല്ല, മറിച്ച് നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഏതൊരു വലിയ തടസ്സത്തെയും കീഴടക്കേണ്ടത് എന്ന് ഈ രണ്ട് സന്ദർഭങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. 11 എയും ബിയും കഴിഞ്ഞു. ഇനി 12A ആണ് കേട്ടോ. 12A വൃദ്ധജന സംരക്ഷണവും സാമൂഹിക ഉത്തരവാദിത്വം. ആ ചോദ്യം നിങ്ങൾ വായിച്ചു കൊള്ളുക. 12A ആണ് പറയുന്നത്. ആമുഖം. വൃദ്ധർ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. കൊച്ചിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വൃദ്ധയുടെ വാർത്തയും പാഠഭാഗത്തിലെ അമ്മയെ പരിചരിക്കുന്ന സന്ദർഭവും വൃദ്ധജനങ്ങളോടുള്ള സമൂഹത്തിന്റെ കടമ ഓർമ്മിപ്പിക്കുന്നു. വിഷയവിവരണം. ശാരീരിക അവശതകൾ കാരണം വൃദ്ധർക്ക് മറ്റുള്ളവരുടെ സഹായം അത്യാവശ്യമാണ്. 4 മക്കളുടെ അമ്മയായിട്ടും അവർ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായത് കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയെ സൂചിപ്പിക്കുന്നു. പാഠഭാഗത്തിലെ കഥാപാത്രം അമ്മയെ പരിചരിക്കുന്നത് പോലെ ഓരോരുത്തരും തങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഉപസംഹാരം. വൃദ്ധജന സംരക്ഷണം എന്നത് കേവലം നിയമപരമായ ഒന്നല്ല, അത് ഓരോ പൗരന്റെയും ധാർമ്മികവും സാമൂഹികവുമായ ഉത്തരവാദിത്തമാണ്. വൃദ്ധർക്ക് മാന്യമായും സുരക്ഷിതമായും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. 12A കഴിഞ്ഞു. ഇനി 12B. കഥാപാത്ര നിരൂപണം. ദയ എന്ന കഥാപാത്രം ആത്മവിശ്വാസവും സാമർഥ്യവും മാന്യതയും ഭയമില്ലായ്മയുമുള്ള വർത്തമാനകാലത്തെ സ്ത്രീകൾക്ക് ഊർജം നൽകുന്നൊരു വ്യക്തിയാണ്. വധശിക്ഷയ്ക്ക് തൊട്ടു മുമ്പും ശത്രുവായ സേനാപതിയോട് പതരാതെ പോരാടാൻ ദയ തയ്യാറാകുന്നു. ഈ ആത്മവിശ്വാസം ഏത് കഠിന സാഹചര്യത്തെയും നേരിടാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുന്നു. ശാരീരികമായ കരുത്തിനപ്പുറം ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ദയ തെളിയിക്കുന്നു. ആയുധം തിരഞ്ഞെടുക്കാൻ ശത്രുവിന് മുൻഗണന നൽകുന്നതിലൂടെ തന്റെ സാമർഥ്യത്തിലുള്ള ഉറച്ച വിശ്വാസമാണ് അവൾ പ്രകടിപ്പിക്കുന്നത്. എതിരാളിയോട് പോലും ബഹുമാനം കാണിക്കുന്ന അവളുടെ സംസ്കാരം ഏതൊരു പോരാട്ടത്തിലും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പഠിപ്പിക്കുന്നു. അനീതിക്കെതിരെ ഭയമില്ലാതെ ശബ്ദമുയർത്താനും സ്വന്തം അവകാശങ്ങൾക്കായി പോരാടാനും ദയ എന്ന കഥാപാത്രം പ്രചോദിപ്പിക്കുന്നു. അപ്പോൾ 12 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാന പാഠാവലി ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. തുടർന്ന് നമ്മൾ മലയാളം, കേരള പാഠാവലി തുടങ്ങി ബാക്കി ഇനി അപ്ലോഡ് ചെയ്യാനുള്ള സബ്ജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.